ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കണു. ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു സ്റ്റഡി വ്ലോഗാണ്. ഇന്ന് രാവിലെ തന്നെ എനിക്ക് എണീക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട് നമ്മൾ കുത്തിപ്പൊങ്ങിയാണെങ്കിലും എണീക്കണം. രാവിലെ തന്നെ ഇവിടെ നല്ല മഴയായിരുന്നു. അത് ചോർന്നുകൊണ്ട് തന്നെ നല്ല ക്ലീൻ വെതറാണ്. നല്ല രസമല്ലേ കാണാൻ. ഇവിടെ ഒരു മഴ ടൈമിൽ ഭയങ്കര രസമാണ് കാണാൻ. അപ്പൊ നമ്മൾ അത് നോക്കി രസിച്ചിരുന്നിട്ട് കാര്യമില്ല, നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. ഇതാണ് എൻ്റെ സ്റ്റഡി സ്പേസ്, സ്റ്റുഡിയോ സ്പേസ്, വർക്കിംഗ് സ്പേസ് എല്ലാം ഇവിടെയാണ്. സോ അവിടെ ഒന്ന് മൊത്തത്തിൽ ക്ലീൻ ചെയ്തെടുക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ പഠിക്കുന്നതിൻ്റെ മുന്നേ നിങ്ങളുടെ സ്പേസ് ക്ലീൻ ചെയ്യുക. മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോക്കസ് കിട്ടും. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് സ്പേസ്, അതായത് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സ്പേസ് എങ്കിലും നിങ്ങൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ ഒരു സ്റ്റഡി വ്ലോഗ് ഒരു ടോപ്പർക്കോ അല്ലെങ്കിൽ വേറെ എനിക്കറിയില്ല. ഞാൻ പൊതുവേ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. അതായത് നല്ല മാർക്കും ഉണ്ടാവില്ല എനിക്ക്, എന്നിട്ട് പറ്റടി പോവില്ല. പക്ഷെ ഞാൻ ഇതുവരെയായിട്ടും ഫെയിൽ ആയിട്ടില്ല. ജസ്റ്റ് പാസ്സായെങ്കിലും എങ്ങനെയെങ്കിലും ഞാൻ കഴിച്ചിലായിട്ട് പോവാറുണ്ട്. മേ ബി എൻ്റെ അവസ്ഥയിലുള്ള സെയിം ആൾക്കാർ ഇത് കാണുന്നുണ്ടാവാം. അവർക്ക് എന്തായാലും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. പൊതുവേ ഞാൻ എപ്പോഴും ഓർഗനൈസ്ഡ് ആയിട്ട് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരാളല്ല. ഞാൻ എന്ത് ചെയ്യാൻ വരുമ്പോഴും എൻ്റെ സ്പേസ് എപ്പോഴും മെസ്സായിരിക്കും. അപ്പൊ ആദ്യം അത് ക്ലീൻ ചെയ്യാന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ പ്രോസസ്സ്. നെക്സ്റ്റ് എനിക്ക് പഠിക്കാൻ ആവശ്യമുള്ള എല്ലാ ഐറ്റംസും എൻ്റെ സ്റ്റഡി ടേബിളിൽ കൊണ്ടുവന്ന് വെക്കും. ആവശ്യമുള്ളത് മാത്രം, അല്ലാത്ത സാധനങ്ങളൊക്കെ ഇഗ്നോർ ചെയ്ത് മാക്സിമം ആവശ്യമുള്ളത് മാത്രം വെച്ചിട്ടായിരിക്കും പഠിക്കുക. ഇത് നല്ലൊരു ഹാബിറ്റാണ്. കാരണം എന്താ വെച്ചാല് നമ്മൾ പഠിക്കാൻ ഇരിക്കുമ്പോൾ എന്തെങ്കിലും സാധനമോ ഇത് കാണാനില്ല, പെണ്ണെവിടെ, ബുക്ക് എവിടെ എന്നൊക്കെ തപ്പി പോകുമ്പോൾ നമ്മുടെ ഫോക്കസ് ആ വഴി പോകും. പിന്നെ നമ്മൾ വേറെന്തെയാവും, പിന്നെ പഠിത്തം അവിടെ, അത് പിന്നെ ചിന്തയിലേ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നേരത്തെ തന്നെ ആവശ്യമുള്ള സാധനങ്ങൾ സെറ്റാക്കി വെക്കുക. സോ പഠിക്കാൻ ആവശ്യമുള്ള എല്ലാ ഐറ്റംസും നേരത്തെ തന്നെ റെഡിയാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ എൻ്റെ പോലെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വാട്ടർ ബോട്ടിൽ എടുക്കുക, പെണ്ണെടുക്കുക, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. സോ വെള്ളം മസ്റ്റാണ്. വെള്ളവും നിങ്ങൾ നേരത്തെ തന്നെ സെറ്റാക്കുക. എന്നെ പോലെ എല്ലാ സെമസ്റ്ററിലും ഒറ്റ നോട്ട്ബുക്ക് വെച്ച് തള്ളി നീക്കുന്നവർക്ക് ഈ ഒരു നോട്ട്ബുക്ക് എന്തായാലും അടിപൊളിയായിരിക്കും. ഇതിനിങ്ങനെ ഓരോ കളറായിട്ടുള്ള ഭാഗങ്ങളുണ്ട്, ഒരു കൗണ്ട് ഓഫ് പേജസ് കഴിഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഈ പരിഷ്കാരമൊക്കെ ഇപ്പൊ തുടങ്ങിയതാണ്. ഇതിനു മുന്നേ നമ്മൾ മറ്റേ സാധാ നോട്ട്ബുക്കിൽ സെന്ററിലൊക്കെ ഇങ്ങനെ ഒരു കോണ് പോലെ വെച്ചിട്ടാണ് നമ്മൾ ഓരോ സബ്ജക്റ്റും ഡിവൈഡ് ചെയ്യാറ്. പക്ഷെ അന്നും ഉണ്ടായിരുന്നു എനിക്ക് ഈ സ്വഭാവം, ഒറ്റ നോട്ട്ബുക്ക് വെച്ച് തള്ളി നീക്കല്. സോ ഇന്ന് നമുക്ക് ഫിലിം പ്രൊഡക്ഷൻ പഠിച്ചു തുടങ്ങാം. എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം പഠിക്കാനുള്ള ഒരു മെന്റാലിറ്റി ഞാൻ എങ്ങനെയൊക്കെ ഉണ്ടാക്കി എടുക്കുന്നതാണ്. അപ്പൊ അത് പോവാതിരിക്കാൻ ഇഷ്ടമുള്ളതെന്ന് തുടങ്ങിയിട്ട് പിന്നെ ടഫുള്ളത്, പിന്നെ ഇഷ്ടമുള്ളത്, പിന്നെ ടഫുള്ളത്, അങ്ങനെ മാറ്റിയാണ് പഠിക്കാറ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം എനിക്ക് എന്താ ടെക്സ്റ്റ് ബുക്ക് ഒന്നും ഇല്ലേ പഠിക്കാനെന്ന്. എനിക്ക് സ്കൂള് കഴിഞ്ഞ് പിന്നെ ഒരു കോളേജിലെത്തിയ സമയം മുതൽ ടെക്സ്റ്റ് ബുക്ക് ഒന്നും ഉണ്ടാവാറില്ല. മെയിൻലി അവര് സിലബസ് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് അതാണ് നമുക്ക് പഠിക്കാൻ തരാം. കോളേജിൽ പഠിക്കുമ്പോൾ നമുക്ക് സാർമാര് PPTയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പഠിപ്പിക്കും. എന്നിട്ട് ആ PPT നമുക്ക് ഷെയർ ചെയ്യുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ എക്സാമിനായിക്കോട്ടെ എല്ലാത്തിനും പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ PG എത്തിയപ്പം നമുക്ക് PPT കിട്ടലൊക്കെ കുറവാണ്. അതുകൊണ്ട് തന്നെ ChatGPT ആണ് എൻ്റെ മെയിൻ ടെക്സ്റ്റ് ബുക്ക്. ഞാൻ എൻ്റെ സിലബസ് ChatGPTക്ക് കൊടുത്ത് എൻ്റെ സങ്കടം പറയും. അപ്പൊ ChatGPT എനിക്ക് എന്താണോ എൻ്റെ സങ്കടത്തിനുള്ള ഉത്തരം അത് ഇങ്ങോട്ട് തരും. പിന്നെ ഞാൻ മെയിനായിട്ട് ചെയ്യുന്ന കാര്യമാണ് ഹൈലൈറ്റ് ദ കീ പോയിന്റ്സ്. നിങ്ങളടുത്ത് സ്റ്റിക്കി നോട്ട്സോ അല്ലെങ്കിൽ കീ പാഡ്സോ ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ
അത് വെച്ചിട്ട് അതിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ടഫ് ആയിട്ടുള്ള പാട്ടുകൾ അതിലൊന്ന് ജസ്റ്റ് എഴുതി വെക്കുക. എന്നിട്ട് എവിടെയെങ്കിലും ഒന്ന് ഒട്ടിച്ച് വെക്കുകയൊക്കെ ചെയ്യുക. സ്റ്റിക്കി നോട്ട് ആവും കുറച്ചും കൂടി നല്ലത്. അതാവുമ്പോൾ കുറച്ചും കൂടി വലുതാക്കിയിട്ടൊക്കെ കളറാക്കിയിട്ട് നമുക്ക് അവിടെയും ഇവിടെ എഴുതി വെച്ച് കഴിഞ്ഞ് നമ്മുടെ വാളിലോ എവിടെ വെച്ചാൽ ഒട്ടിച്ച് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ ആ ടഫ് വേർഡ് നമ്മുടെ തലയിൽ നിൽക്കും. അതുകൊണ്ട് ടഫ് വേർഡോ അല്ലെങ്കിൽ ടഫ് ആയിട്ടുള്ള ഡെഫിനിഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തോന്നുന്ന കാര്യങ്ങളൊക്കെ ഈ സ്റ്റിക്കി നോട്ടിൽ ജസ്റ്റ് ഒന്ന് എഴുതി പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് കളർ പെൻസിൽ. കളർ പെൻസിൽ യൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ എൻ്റെ നോട്ട്ബുക്കിൽ ഫുൾ ബ്ലൂ ചെയ്ത് അല്ലെങ്കിൽ ഫുൾ ബ്ലാക്ക് ചെയ്ത ഫുൾ ഒറ്റ കളർ എഴുതിയിട്ട് പഠിക്കാൻ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ബോറിങ് കളയാനും പിന്നെ ഈ ചില കാര്യങ്ങൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കാനും വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കളർ പെൻസിലല്ല പെന്ന് യൂസ് ചെയ്യും. എന്നിട്ട് അത് വെച്ചിട്ടാണ് ഹെഡിങ്സ് ഒരു കളറിൽ, സബ് ഹെഡിങ് വേറൊരു കളറിൽ, പിന്നെ ബാക്കിയൊക്കെ ബ്ലൂയിലും ബ്ലാക്കിലും അങ്ങനെയൊക്കെയാണ് ഞാൻ എഴുതി വെക്കാറ്. അത് എനിക്ക് ഈ എളുപ്പത്തിനാണ്. ചില ആൾക്കാർ ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്യും. അങ്ങനെ യൂസ് ചെയ്താലും മതി. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കുമ്പോൾ വായിക്കാനും തോന്നും, ബോറിംഗ് ഒന്നും ഇല്ലാണ്ട് നല്ലൊരു കളർഫുൾ പേജസ് ആവുമ്പോൾ. പണ്ട് സ്കൂളിൽ പഠിച്ച് കഴിഞ്ഞിട്ട് സ്കൂളിലെ ടൈമിലൊക്കെ നമുക്ക് നല്ല കളർഫുൾ ബുക്സ് ആയിരിക്കുമല്ലോ, ടെക്സ്റ്റ് ബുക്ക് ആയിക്കോട്ടെ. കോളേജിൽ വന്ന സമയത്ത് ആ കളറൊക്കെ മാറി മൊത്തം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയപ്പോൾ എനിക്ക് ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇതെന്താ ഇങ്ങനെ കണ്ടാൽ വായിക്കാനും തോന്നൂല. ഇംഗ്ലീഷിന്റെ ബുക്കൊക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നലുണ്ടായിരുന്നു. സോ മൊത്തത്തിലൊന്ന് കളർഫുൾ ആയാലേ എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് എൻ്റെ ഒരു കാര്യമാണ്. മേ ബി ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് ഇങ്ങനെയൊക്കെ ആയിരിക്കാം, ബട്ട് എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നില്ല. അപ്പൊ കുറച്ച് കളേഴ്സ് ഒക്കെ യൂസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി ബോറിംഗ് ഇല്ലാതെ പഠിക്കാൻ പറ്റും. ഞാൻ പഠിക്കാതിരിക്കുമ്പോൾ മാത്രമാണോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ എൻ്റെ ഫോണിന് വല്ലാത്ത നോട്ടിഫിക്കേഷൻ സൗണ്ടാണ്. അല്ലാത്ത സമയത്തൊന്നും എൻ്റെ വാട്സപ്പിലായിക്കോട്ടെ ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ ആർക്കും മെസ്സേജ് അയക്കണ്ട, ആർക്കും റീൽസ് അയക്കണ്ട. പക്ഷെ ഞാൻ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുക, എന്തെങ്കിലും ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുക, അപ്പോൾ തുടങ്ങും എൻ്റെ മെസ്സേജസും നോട്ടിഫിക്കേഷൻസും ഇങ്ങനെ വരാൻ. ഈ ടൈപ്പ് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ വലിയ തൊല്ലയാണ്. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ ഫോൺ സൈലന്റ് ചെയ്തിട്ട് നേരത്തെ തന്നെ മാറ്റി വെക്കാൻ തുടങ്ങുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് എൻ്റെ പോലെ പിന്നെ അതിലൊന്ന് പോയി അപ്പൊ തന്നെ ഫോക്കസ് നഷ്ടപ്പെട്ട് ശരിയല്ല പിന്നെ തിരിച്ചു വരേണ്ട ഒരു സിറ്റുവേഷൻ വരും. അതുകൊണ്ട് ഫോണ് മാറ്റി വെക്കാൻ ശ്രമിക്കുക. എന്തൊക്കെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടോ അതൊക്കെ അവോയ്ഡ് ചെയ്യുക. അതന്നെ ഫോൺ വേറെ ഏതെങ്കിലും റൂമിൽ കൊണ്ടുപോയി വെക്കുന്നതായിരിക്കും നല്ലത്. എനിക്കിപ്പോൾ ഇവിടെ സിംഗിൾ റൂം ആയതുകൊണ്ട് ഞാൻ എൻ്റെ ബെഡിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ എക്സാമിനെ ഹെൽപ്പ് ചെയ്യുന്ന മെയിൻ കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. ഇത് എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്യലുണ്ട്. അപ്പോൾ ഇവിടുന്ന് തന്നെ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള സീനിയേഴ്സിനോടൊക്കെ ചോദിക്കേണ്ടി വന്നു. കാരണം നമ്മുടെ നാട്ടിലൊക്കെ അധികം ആൾക്കാർ അപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങി വെക്കും. പക്ഷെ എനിക്കാണെങ്കിലോ ഇവിടെ വന്നപ്പോൾ ഞാൻ ഒറ്റക്കാണല്ലോ എൻ്റെ ക്ലാസ്സിൽ മലയാളി ഉള്ളത്. അപ്പം എൻ്റെ സീനിയർ ആയിട്ടും ഒരു മലയാളി ഇല്ല. അപ്പം സൂപ്പർ സീനിയേഴ്സാണ് ഉള്ളത്. അപ്പം അവരൊക്കെ പോയോണ്ട് തന്നെ അവരെടുത്തും ഈ എക്സാം പേപ്പേഴ്സ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ അങ്ങനെ എൻ്റെ ഇന്ത്യക്കാർ സീനിയേഴ്സിനോടൊക്കെ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ചോദിച്ച് ഇവിടുന്നായിട്ട് ഒപ്പിച്ചെടുത്തതാണ് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ യൂസ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. ഇതിൽ കണ്ടോ ഞാനൊരു സ്കിപ്പ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഇട്ടാണ്. എനിക്ക് ഹിസ്റ്ററി കാര്യങ്ങൾ ഇതിൽ എവല്യൂഷൻ ഓഫ് സിനിമ എന്നുള്ളതാണ് അതിൽ വന്നത്. അങ്ങനത്തെ ഹിസ്റ്ററി കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഭയങ്കര ഈ ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, വർഷങ്ങളൊക്കെ കൊടുക്കൂല, അതൊന്നും എനിക്ക് എത്ര പഠിച്ചാലും തലേ കയറൂല. അത് ഞാൻ ഇനിയിപ്പോൾ 2 ദിവസം 3 ദിവസം 4 ദിവസം ഇരുന്ന് പഠിച്ചാലും എനിക്ക് തലേ കയറാത്ത കാര്യങ്ങളാണ് ഈ നമ്പേഴ്സ്, ഹിസ്റ്ററി, തിയറി ടൈപ്പ് ഓഫ് സാധനങ്ങൾ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, അത് മെല്ലെ സ്കിപ്പ് ചെയ്യും. എനിക്ക് ഉറപ്പാണ് 6 മാർക്കിന് അല്ലെങ്കിൽ 15 മാർക്കിന് 7 മാർക്കിനൊക്കെ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ വരും എന്നുള്ളത് ഉറപ്പാണ്. കാരണം എവല്യൂഷൻസ് ഒക്കെ എപ്പോഴും ചോദിക്കുന്ന സംഭവമാണ്. പക്ഷെ ഞാനത് പഠിക്കൂല, ഞാനത് സ്കിപ്പ് ചെയ്യും. അത് നോട്ട്ബുക്കിൽ സ്കിപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഞാൻ നേരെ എക്സാമിനും സ്കിപ്പ് ചെയ്യും. കാരണം അത് പഠിച്ചിട്ട് എൻ്റെ തലയിൽ നിൽക്കൂല, ഞാൻ ബാക്കി പഠിച്ചതൊക്കെ മറന്നു പോവുകയും ചെയ്യും. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾ ഈ കാര്യം ചെയ്യാത്തതാണ് നല്ലത്. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പഠിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിക്കോ. നമുക്ക് വേറെ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ള മാർക്കൊക്കെ മതി എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ഇത് എല്ലാവരും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ദിസ് ഈസ് ദ സ്റ്റഡി ടൈം. ഇപ്പോഴാണ് നമ്മൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് എൻ്റെ ഒരു പ്രശ്നം. ഞാൻ പഠിക്കാതിരിക്കുമ്പോൾ എനിക്ക് എഴുതാതെ പഠിക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ കുറേ ടൈം എടുക്കും പഠിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇത്
ഈ ഓപ്ഷൻ മേ ബി ചൂസ് ചെയ്യാം. ബട്ട് നിങ്ങൾക്ക് ഇതിലും നല്ലത് എക്സാം തുടങ്ങുന്നതിൻ്റെ 2 വീക്സ് മുന്നേ നോട്ട് ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ എക്സാം സമയത്ത് പിന്നെ അത് പഠിച്ചു തുടങ്ങിയാൽ മതി. പക്ഷെ എന്നെ പോലത്തെ ആൾക്കാർക്ക് അപ്പം വേണം ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത് എടുത്തിട്ട് പഠിക്കാൻ. ഓക്കെ, അതുകൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ റെഡ് ഇങ്ക് കൊണ്ട് മാർക്ക് ചെയ്യുന്നത് കണ്ടോ, ഇതാണ് ഞാൻ പഠിക്കുന്ന ഒരു സ്റ്റൈല്. ഞാൻ എഴുതി വെച്ചിട്ട് അതിലെ ഇമ്പോർട്ടൻസ് ആണ് ഇങ്ങനെ വരച്ചൊക്കെ അങ്ങനെ ഇതാക്കിയിട്ടാണ് ഞാൻ പഠിക്കുക. എന്നിട്ട് വായിച്ചിട്ട് അത് പിന്നെ ഇങ്ങനെ വരക്കും. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പം ഇതിങ്ങനെ ഹൈലൈറ്റ് ചെയ്യുക. അങ്ങനെയാണ് ഞാൻ പഠിക്കുക. മൊത്തത്തിൽ കുത്തി വരെ ആയിരിക്കും ഞാൻ പഠിച്ചു തീരുമ്പോഴത്തേനും എൻ്റെ ഒരു ബുക്ക് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ പഠിക്കുന്നത് ഒന്നും കൂടി യൂസ്ഫുൾ ആവും എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. മേ ബി എല്ലാവർക്കും ആവണമെന്നില്ല, മേ ബി ട്രൈ ചെയ്ത് നോക്കി, ചിലപ്പോൾ നിങ്ങൾക്കും ഫീൽ. പഠിക്കാൻ ഇരിക്കുന്ന സമയത്ത്, എഴുതുന്ന സമയത്ത് പോലും എനിക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവില്ല. പഠിക്കാൻ വേണ്ടിയിട്ട് നോട്ട്ബുക്ക് കയ്യിലെടുക്കുമ്പോൾ ഉറക്കം വരാൻ തുടങ്ങും. എനിക്ക് അങ്ങോട്ട് തിരിഞ്ഞിരിക്കാൻ തോന്നും, ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കാൻ തോന്നും. ഞാൻ മൊത്തത്തിൽ ഒരു മന്ദതയിലായിരിക്കും. അതെന്താന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നും. ഈ ഒരു ഹാബിറ്റ് അത്ര നല്ലതല്ല. കാരണം ഒരു സമയത്തൊട്ട് എൻ്റെ തൊണ്ടേ കുടുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തൊണ്ടേ കുടുങ്ങി ചാവണ്ട ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിച്ചിട്ട്. ബ്രെയിനിന് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കാൻ നോക്കുക. ലൈക്ക് ഫ്രൂട്ട്സ്, അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ നോക്കാം. ഇവളെന്താണ് പിന്നെയും ഫോൺ എടുത്തതെന്ന് നിങ്ങൾ അലക്കുന്നുണ്ടാവും. ഈ ഒരു ടിപ്പ് നല്ല യൂസ്ഫുൾ ആണ്. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പഠിക്കണ സമയത്ത് അത് ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെക്കുക. അതായത് നമ്മൾ അത്യാവശ്യം പഠിച്ചിട്ട് പിന്നെ റിവൈസ് ചെയ്യില്ലേ, ആ സമയത്ത് ജസ്റ്റ് അത് ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെക്കുക. ഞാൻ എന്നിട്ട് ഇത് റെക്കോർഡ് ചെയ്തിട്ട് മൊത്തത്തിൽ റെക്കോർഡ് ചെയ്യും. ജസ്റ്റ് ഒന്ന് വായിക്കുകയാണ് ഞാൻ ചെയ്യല്. വായിക്കുമ്പം ഇങ്ങനെ മലയാളത്തിലും പറഞ്ഞിട്ട് ആദ്യം ഇംഗ്ലീഷിൽ ഇങ്ങനെ വായിക്കുക. എന്നിട്ട് ഞാൻ ഇങ്ങനെ വായിക്കും, ഇതങ്ങനെയാണ്, ഇതിങ്ങനെയാണ്. ഇതൊക്കെ ഞാൻ ആ റിയലിസ്റ്റിക് ആയിട്ട് അങ്ങനെ തന്നെ ഞാൻ റെക്കോർഡ് ചെയ്യും. കാരണം ഇത് എനിക്ക് മാത്രം കേൾക്കാനുള്ളതാണല്ലോ. എന്തൊക്കെയാണോ അതിൽ പോയിന്റ് ആഡ് ചെയ്യേണ്ടത് അതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് എന്നിട്ട് അത് സേവ് ചെയ്ത് വെക്കും. ഏതാണോ സബ്ജക്റ്റ്, ആ സബ്ജക്റ്റിന്റെ പേരിൽ സേവ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ എക്സാമിന് പോണ സമയത്തോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പണിയെടുക്കുന്ന സമയത്തോ ഹെഡ്സെറ്റും വെച്ചിട്ട് അത് റിപ്പീറ്റ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കും. ഈ സംഭവം ഞാൻ മെയിനായിട്ട് ചെയ്യല് യൂട്യൂബിലെ വീഡിയോസിലായിരുന്നു. പക്ഷെ ചില സബ്ജക്റ്റിനൊന്നും, പ്രത്യേകിച്ച് എൻ്റെ കുറേ സബ്ജക്റ്റിനൊന്നും യൂട്യൂബിൽ വീഡിയോസ് ഇല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇത് റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ തന്നെ എന്തെങ്കിലും പണിയെടുക്കുമ്പോഴോ അല്ലെങ്കിൽ എനിക്ക് ഇവിടുന്ന് ബസ്സിന് പോകണം കോളേജിക്ക്, യൂണിവേഴ്സിറ്റിക്ക്. അപ്പോൾ യൂണിവേഴ്സിറ്റി എത്തോളം ഞാനിതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കും. ആ സമയത്ത് ഞാൻ എക്സാം എഴുതുന്ന സമയത്തുണ്ടല്ലോ, എനിക്ക് ഇത് ഇങ്ങനെ മെമ്മറിയിൽ ഓർമ്മ വരും. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഇതിനെ കുറിച്ച് ഞാൻ കേട്ടിരുന്നല്ലോ. അപ്പൊ ഇത് നല്ല, ഞാൻ പഠിച്ചതിനെക്കാട്ടിലും എനിക്ക് ഓർമ്മ വരെ ഞാൻ റെക്കോർഡ് ചെയ്ത് കേട്ട സാധനങ്ങളാണ്. അപ്പൊ അത് കേട്ടതുകൊണ്ട് തന്നെ എനിക്ക് എക്സാമിന് സമയത്ത് അതിങ്ങനെ ഓർമ്മ വരും. പിന്നെ ഞാൻ അത് എൻ്റെ ഒരു ഐഡിയക്ക് എഴുതി വെക്കും. ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് ആയിരിക്കും അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവുക. അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ അതുപോലെ എഴുതി വെക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ എനിക്ക് സാധനം ഓർമ്മ കിട്ടുമല്ലോ. എന്നിട്ട് ഞാൻ അത് വെച്ചിട്ട് അങ്ങോട്ട് തള്ളി മറിച്ച് എഴുതി വെക്കും. ഇതൊക്കെയാണ് എൻ്റെ എക്സാം ടിപ്സ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ ഒരു സ്റ്റഡി വ്ളോഗ് എന്ന് പറയുന്നത്. ഞാൻ പിന്നെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു ഇരുന്നൊക്കെ പഠിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ചില കാര്യങ്ങൾ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കണു. യൂസ്ഫുൾ ആയത് മാത്രം എടുക്കുക, അല്ലാതെ എൻ്റെ കുറച്ച് അൽക്കുലത്ത് പരിപാടികളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നണേ. കാരണം എല്ലാം ചിലപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവണമെന്നില്ല. അപ്പൊ അത്രയ്ക്കുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.